ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വെറും 36-ാം വയസ്സിൽ 72 മണിക്കൂർ ചന്ദ്രനിൽ ചെലവഴിച്ച പ്രശസ്തനായ ബഹിരാകാശ ഗവേഷകനാണ് ചാൾസ് ഡ്യൂക്ക്. 1972 ചന്ദ്രനിലേക്ക് പോയ ബഹിരാകാശ വാഹനം അപ്പോളോ 16-ൻ്റെ പൈലറ്റ് കൂടിയായിരുന്നു ചാൾസ് ഡ്യൂക്ക്. 72 മണിക്കൂർ ചന്ദ്രനെ ചെലവഴിച്ച് ഭൂമിയിലേക്ക് തിരികെ വന്ന ചാൾസ് ഡ്യൂക്കിനെ കാത്തിരുന്നത് പണവും പ്രശസ്തിയുമാണ്. ഭൂമിയിൽ തിരിച്ചെത്തിയ ചാൾസ് ഡ്യൂക്കിൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഇങ്ങനെ കടന്നുകൂടി: ഇനി ഒന്നും നേടാനില്ല, എല്ലാം നേടിക്കഴിഞ്ഞു. പിന്നീട് പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ അദ്ദേഹം ദൈവത്തിൽ നിന്നാകുന്നു, കുടുംബത്തിൽ നിന്നാകുന്നു, എല്ലാ രീതിയിലും ഒരു തകർച്ചയിലോട്ട് പോവുകയാണ്. തുടങ്ങി വെച്ച സംരംഭങ്ങളെല്ലാം തകർന്നു. ചീട്ടുകൊട്ടാരം പോലെ എല്ലാം തകർന്നു വീണു. ഭാര്യയുമായുള്ള ബന്ധം വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി. ഭാര്യ ഡിപ്രഷൻ. എല്ലാം കൊണ്ടും ചാൾസ് ഡ്യൂക്ക് നിരാശയിലേക്ക് കൂപ്പുകുത്തുകയാണ്. അങ്ങനെ ഇരിക്കെ ചാൾസ് ഡ്യൂക്കിൻ്റെ ഭാര്യ ഒരു നവീകരണ ധ്യാനത്തിൽ പങ്കെടുത്തു. ആ ഭാര്യയിലുണ്ടായ മാറ്റം ചാൾസ് ഡ്യൂക്കിനെ വല്ലാതെ സ്വാധീനിച്ചു. ഭാര്യയുടെ നിരാശ മാറി ഭാര്യയിൽ സന്തോഷം, കുടുംബത്തിൽ സമാധാനം. ചാൾസ് ഡ്യൂക്ക് ഒരു സത്യം തിരിച്ചറിഞ്ഞു: ഭൂമിയിലുള്ള ഒരു വസ്തുവിനും തരാൻ പറ്റാത്ത ആനന്ദം കർത്താവിന് തരാൻ പറ്റും. അങ്ങനെ ചാൾസ് ഡ്യൂക്കും പതിയെ നവീകരണത്തിലേക്ക് വന്നു. ഈശോയെ അനുഭവിച്ചറിഞ്ഞു. പിന്നീട് വലിയൊരു സുവിശേഷ പ്രഘോഷകനായി മാറി. ചാൾസ് ഡ്യൂക്ക് ഇങ്ങനെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു: ഈ ലോകത്തിലെ ഏറ്റവും ദുർഘടം പിടിച്ച യാത്ര ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ളതല്ല, മറിച്ച് ബുദ്ധിയിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള വിശ്വാസത്തിൻ്റെ യാത്രയാണ്. ഒരു സയൻറ്റിസ്റ്റും എൻജിനീയറുമായി ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് കർത്താവിനെ മനസ്സിലാക്കാൻ പരിശ്രമിച്ചു. ഞാൻ പരാജയപ്പെട്ടു. എന്നാൽ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഏറ്റവും ദുർഘടം പിടിച്ച യാത്ര ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള യാത്രയല്ല, മറിച്ച് ബുദ്ധിയിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള വിശ്വാസത്തിൻ്റെ യാത്രയാണ്. ഹൃദയം കൊണ്ട് കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ അപ്പോസ്തലൻ്റെ തിരുനാളാണെന്ന് ജൂലൈ 3 ദുക്രാന തിരുനാൾ, വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുനാളാണ്. ഈ ദുക്രാന തിരുനാൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നൊരു ചിന്ത എന്താണെന്നറിയാവോ? ഹൃദയം കൊണ്ട് കർത്താവിനെ അനുഭവിച്ചറിയണം. സങ്കീർത്തനം 34:8 കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവ് എത്രയോ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ഈശോ അനുഭവം ബുദ്ധിയിലല്ലേ? അല്ലേ? ഈശോ ഉണ്ടോ? ഉണ്ട്. ഈശോ രക്ഷിക്കോ? രക്ഷിക്കും. ഇതെല്ലാം നമുക്ക് ബുദ്ധിയിലറിയാം. പക്ഷേ ഹൃദയം കൊണ്ട് കർത്താവിനെ അനുഭവിച്ചിട്ടുണ്ടോ? ഹൃദയം കൊണ്ട് അനുഭവിച്ചാൽ പറിച്ചു മാറ്റാൻ പറ്റില്ല കേട്ടോ. ബുദ്ധി കൊണ്ട് അളക്കുന്നതുകൊണ്ടാണ്, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കാതെ പോകുമ്പോഴും പരാജയങ്ങളുണ്ടാകുമ്പോഴും തളർന്നു പോകുന്നു. ദുക്രാന തിരുനാൾ നമ്മളോട് പറയാണ്, ഹൃദയം കൊണ്ട് കർത്താവിനെ അനുഭവിക്കണം. ഈ തോമാസ് ലീഹായ്ക്ക് മറ്റൊരു പേരുണ്ട്, ഒരു അപരനാമമുണ്ട്, ദീദിമോസ്. ദീദിമോസ് എന്ന വാക്കിനർത്ഥം ഇരട്ട പിറന്നവൻ എന്നാണ്. തോമാസ് ലീഹായെ കണ്ടാൽ ഇരട്ട പിറന്നവനായിട്ട് തോന്നും. എന്നാൽ സുവിശേഷകന്മാരാരും ഈ ഇരട്ട പിറന്നവൻ ആരാണെന്ന് പറയുന്നില്ല. സഭാപിതാവ് എപ്പിഫാനസ് പറയും, തോമാസ് ലീഹ ഈശോയും കണ്ടാൽ മുഖസാദൃശ്യത്തിൽ ഒരുപോലിരിക്കും എന്ന് പറഞ്ഞാൽ തോമാസ് ലീഹായെ കണ്ടാൽ ഈശോയെ കാണുന്ന പോലെയാണ്. ഈശോയുടെ ഒരു ഇരട്ടെ പോലിരുന്നു തോമാസ് ലീഹ. പ്രിയപ്പെട്ടവരെ, ഏതൊരു അപ്പോസ്തലൻ്റെയും ഏതൊരു ക്രിസ്ത്യാനിയുടെയും അഭിമാനവും അഹങ്കാരവും അതല്ലേ, എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ദുക്രാന തിരുനാൾ നമ്മളോട് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു വെല്ലുവിളിയാണ്: നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും മറ്റുള്ളവരെ ഈശോയ്ക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ദുക്രാന തിരുനാൾ നമുക്ക് തരുന്ന മറ്റൊരു സന്ദേശം എന്താണെന്നറിയാവോ? മുറിവേറ്റവനാണ് ഉദ്ധിതൻ്റെ മുറിവിൽ തൊടാൻ സാധിക്കൂ. മുറിവേറ്റവനാണ് ഉദ്ധിതൻ്റെ മുറിവിൽ തൊടാൻ കഴിയൂ. തോമാസ് ലീഹയ്ക്ക് വലിയൊരു മുറിവുണ്ടായി. ഒരു വലിയ നോവ് തോമാസ് ലീഹയുടെ ഉള്ളിലുണ്ട്. എന്താണെന്നറിയാവോ? തോമാസ് ലീഹയുടെ അസാന്നിധ്യത്തിലാണ് ഈശോ വന്നത്. കാരണം തോമാസ് ലീഹ ഈശോ ഒരുപാട് സ്നേഹിച്ചിരുന്നില്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 11 ഈശോ ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഈശോ പറയുകയാണ്, നമുക്ക് യൂദായിലേക്ക് പോകാം. പെട്ടെന്ന് അപ്പോസ്തലന്മാരും ശിഷ്യഗണവും ഈശോയെ തടയും. പോകരുത്, നീ അങ്ങോട്ട് ചെന്നാൽ നീ കൊല്ലപ്പെടും. അങ്ങനെ ഈശോയുടെ ദൗത്യത്തിൽ നിന്ന് അപ്പോസ്തലന്മാരും ശിഷ്യഗണവും ഈശോയെ പിന്തിരിപ്പിക്കുമ്പോൾ
ചങ്കുരത്തോടെ എഴുന്നേറ്റ് തോമാസ് ലീഹ പറയും, നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം, അവനോടൊപ്പം പോയി മരിക്കാം. അങ്ങനെ ഈശോയെ ചങ്കുകൊണ്ട് സ്നേഹിച്ച തോമാസ് ലീഹായുടെ അസാന്നിധ്യത്തിൽ ഈശോ വന്നത് ഒരു പക്ഷേ തോമാസ് ലീഹായുടെ ഉള്ളിൽ ഒരു നോവായിട്ടുണ്ട്, ഒരു മുറിവായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകുന്ന മുറിവുകൾ നമ്മളെ ചിലപ്പോൾ മൃഗീയരാക്കാം, ദൈവീകരുമാക്കാം. ചില ആളുകളുണ്ടല്ലോ ഇങ്ങനെ മനസ്സിൽ മുറിവിട്ട് വ്രണമാക്കി മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നവർ. എന്നാൽ ചില ആളുകൾ ഈ മുറിവുകളെ ദൈവീക പദ്ധതിയുടെ ഭാഗമായി കണ്ട് കൃപയുടെ അവസരങ്ങളാക്കാറുണ്ട്. അങ്ങനെ കൃപയുടെ അവസരമാക്കിയ വ്യക്തിയാണ്, അപ്പോസ്തലനാണ് തോമാസ് ലീഹ. തൻ്റെ അസാന്നിധ്യത്തിൽ കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ ആ കർത്താവിന് എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് തോമാസ് ലീഹയ്ക്ക് അറിയാമായിരുന്നു. അച്ഛനിങ്ങനെ ചിന്തിച്ചു, ശരിയാ, അപ്പോസ്തലന്മാരിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യേണ്ടത് തോമാസ് ലീഹയായിരുന്നു. ഈശോയ്ക്ക് അറിയാമായിരുന്നു. ദുർഘടം പിടിച്ച യാത്രയാണ് തോമാസ് ലീഹയെ കാത്തിരുന്നത്, നീണ്ട യാത്ര, അതും ഭാരതത്തിലേക്ക്. ഈശോയ്ക്കറിയാം ഈ യാത്രയിൽ പ്രതിസന്ധി കൂടാതെ, തളരാതെ, തകരാതെ തോമാസ് ലീഹയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവൻ്റെ ഈശോ അനുഭവം ആഴപ്പെടണം, അവൻ്റെ വിശ്വാസ അനുഭവം കുറച്ചുകൂടെ മൂർച്ചയുള്ളതാകണം. അതുകൊണ്ടാണ് ഈശോ ഒരു ചെറിയ മുറിവ് തോമാസ് ലീഹയ്ക്ക് നൽകിയത്. ആ മുറിവിനെ തോമാസ് ലീഹ കൃപയാക്കി മാറ്റിയില്ലേ? ഈ ദുഃഖാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളൊക്കെ ഒരുപാട് മുറിവേറ്റവരാണ്. വിദേശത്തേക്ക് പോകാൻ പരീക്ഷ എഴുതി പരാജയഭീതി അനുഭവിക്കുന്നവരില്ലേ? എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്നൊരു തോന്നലില്ലേ? സാമ്പത്തികമായി തകർന്നൊന്ന് വിഷമിച്ചിരിക്കുന്നുണ്ടോ? നിൻ്റെ മുറിവ് ഉദ്ധിതനെ തിരിച്ചറിയാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കണം. ഒരു വചനം പറഞ്ഞ അച്ഛൻ അവസാനിപ്പിക്കുകയാണ്, സങ്കീർത്തനം 61:2. ഈ വചനം അനേകരെ സ്വാധീനിക്കും. ഈ വചനം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാണ്. സങ്കീർത്തനം 61:2. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.